ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ പുറത്ത് പോകാൻ കേട്ടോ. ഇത് ശരിക്കും ഒരു മാസമായി ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട്. ഇത് ആക്ച്വലി വോയിസ് ഓവർ ചെയ്യാനാണ് ഇത്രയും താമസിച്ചത്. പെപ്പിയും കാത്തും പൊന്നായും ഉള്ള സമയത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മൾ രാവിലെ ഞങ്ങൾ പുറത്ത് പോവാണ്. നീഞ്ചേട്ടായി നമ്മുടെ കൂടെ ഇല്ല, കുറച്ച് കഴിയുമ്പോൾ നീഞ്ചേട്ടായി ഗ്രൂപ്പിൽ ജോയിൻ ആവും കേട്ടോ. യാത്ര സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ കാത്തു നന്നായിട്ട് കിടന്നുറങ്ങി കേട്ടോ. അപ്പം ഞാനും കാത്തും ബാക്കിലായിട്ടാണ് ഇരിക്കുന്നത്. ഞങ്ങൾ കൊട്ടിയത്തുള്ള ട്രെയിൻസ് മാളിലേക്കാണ് കേട്ടോ വന്നേ. അവിടേക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങി പിന്നെ വേറൊരു സ്ഥലത്തു കൂടെ പോകുന്നുണ്ട്. അപ്പം അത് ഞാൻ വീഡിയോയിൽ കാണിക്കാം. കയറിയപ്പോൾ ഭയങ്കര കാറ്റായിരുന്നു. അതെല്ലാം താണ്ടി ഞങ്ങൾ അകത്ത് കയറി. ഓരോ ഷോപ്പിലൊക്കെ കയറുന്നതിന് മുമ്പ് എല്ലാവർക്കും കൂടെ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളെല്ലാവരും ഒരു ബ്ലാക്ക് ഗ്രീൻ കോംബോ ആണ് ഇട്ടിരിക്കുന്നത്. കാത്തു ഒഴിച്ച് പിന്നെ നീഞ്ചേട്ടായും ഇല്ല കേട്ടോ. ഞാനും വാവയും പെപ്പിയും കൂടെ ഇങ്ങനത്തെ ഒരു കളർ കോംബോ ആണ് ഞങ്ങൾ 3 പേരും ഇട്ടിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ അവിടെ ഇരുന്ന് അങ്ങ് ഡിസ്കസ് ചെയ്യുന്നത് എങ്ങോട്ട് പോകണം, എവിടെ പോകണം. ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. വാവ് നേരത്തെ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ തന്നെ ആ ഒരു ട്രെയിൻ കിടക്കുന്നുണ്ടോ, ഇതിന് അവിടെ നമുക്ക് വലിയവർക്കും കുട്ടികൾക്കും കയറാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓർത്തുനിന്ന് കയറാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ കയറുകയാണ് അതിലേക്ക്. വാവയും അമ്മയും പൊന്നായും ഒരു ഓപ്പൺ ആയിട്ടുള്ള ബോഗിയിലാണ് കയറിയിരിക്കുന്നത്. ഞാൻ കാത്തുവിൻ്റെ കൂടെ മിഡിലിൽ കയറി. പെപ്പി ബാക്കിലായിട്ടാണ് കേട്ടോ കയറിയിരിക്കുന്നത്. വീൽസ് ഗോണ ബസ് ഗോ റൗണ്ട് ആൻഡ് റൗണ്ട് എന്നുള്ള സോങ്ങൊക്കെ ഇട്ടിട്ട് കാത്തുവിന് അത് ഇഷ്ടമാണ് ആ പാട്ട്. അപ്പോൾ കാത്തു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. കുറേ തവണ റൗണ്ട് ചെയ്തിട്ട് ആ ഏരിയ ഫുള്ളും ആ മിഡിൽ പോർഷൻ മൊത്തം റൗണ്ട് ചെയ്തു. കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ പൊന്നായി ഉണർന്നു. പൊന്നായിക്കും ഇഷ്ടമുള്ള പാട്ടാണേ. പൊന്ന കുറച്ച് കഴിഞ്ഞ് അവൻ ഉണർന്നിരിക്കുകയാണ്. അപ്പം ഭയങ്കര അവന് ഒന്നും മനസ്സിലാവുന്നില്ല ഇത് എവിടെ എന്നതാ എന്നൊക്കെ. പക്ഷെ കാത്തുവിനൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ഫുഡ് കോർട്ടിലേക്കാണ് കേട്ടോ പോയത്. ഞങ്ങൾ ആദ്യമേ തൊട്ട് അവസാനം വരെ എല്ലാം നോക്കിപ്പോയി. ഞങ്ങൾ സീറ്റൊക്കെ നോക്കിയിട്ട് തിരിച്ചു വന്നിട്ട് ഞാനും വാവയും കൂടെയാണ് ഓർഡർ ചെയ്യാനായിട്ട് പോയത്. ഫസ്റ്റ് 2 പിസ്സ ഓർഡർ ചെയ്തായിരുന്നു. ഒരു സോസേജിൻ്റെയും ചിക്കൻ്റെയും ആണെന്ന് തോന്നുന്നു. കുറേ നാൾക്ക് മുമ്പ് വീഡിയോ എടുത്തതിൻ്റെ ഓർക്കുന്നില്ല. പിന്നെ ഡെസേർട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ഡെസേർട്ടായിരുന്നു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ മോമോസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പാനിപൂരി ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയോ ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഡെസേർട്ട്, അടിപൊളിയാണ്. എന്താ ഇത്, ഹേസൽനട്ട് എർത്ത് ക്യൂക്കോ അങ്ങനെ എന്താണ് പേര്, ഓർക്കുന്നില്ല. പക്ഷെ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഒരുപോലെ. പിന്നെ അമ്മ പൊന്നായ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പൊന്നായക്ക് ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് ഇച്ചിരി അടങ്ങിയിരുത്തേക്കാണ്. ഇത് വാവുവിൻ്റെ മോമോസാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഡെസേർട്ട് പെട്ടെന്ന് തന്നെ തീർന്നു, അത്രയ്ക്കും ടേസ്റ്റായിരുന്നു. പിന്നെ പാനിപ്പൂരി വന്നു, അതും പെട്ടെന്ന് തന്നെ തീർന്നു. അത് കഴിഞ്ഞപ്പോൾ പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 പിസ്സ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതെല്ലാം കഴിച്ചു. ഇതൊരു വെജ് നഗറ്റ്സ് ആണ് കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടില്ല. അതെനിക്ക് എന്തോ ചിക്കനാണ് ഇഷ്ടം.
ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ പ്ലേയിങ് ഏരിയയിലേക്ക് പോവാണ്. അവിടെ കാത്തുനെ കളിപ്പിക്കാനാണ് മെയിൻലി പോയത്. പക്ഷെ ഞങ്ങളും കളിച്ചു കേട്ടോ കുറേ ഗെയിംസ്. ഭയങ്കര രസമുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാനും അമ്മയും വാവയാണ് കൂടുതലും ഗെയിംസ് കളിച്ച്. പിന്നെ കാത്തു ഉണ്ടാവുമല്ലോ ഉറപ്പായിട്ടും. ആദ്യമേ ഞാനും അമ്മയും വാവയും കാത്തും കൂടെ 2 വണ്ടിയിലായിട്ട് കയറി കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ഓടിക്കുകയാണ്. ഞാനാണ് ഫസ്റ്റ് ഓടിക്കാൻ കയറിയത്. അപ്പം ഇനി ആദ്യമേ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു, വണ്ടി അത്രയും ഓടുന്നില്ല. അപ്പം തള്ളിയൊക്കെ തന്നാണ് വിട്ടത്. എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു കേട്ടോ അതിൽ. അമ്മ കുറേ നേരം ഓടിച്ചു. അതിൻ്റെ ഇടയ്ക്ക് വാവയും കാത്തും ഓടിച്ചു. ഞാൻ പിന്നെ ഇറങ്ങി കേട്ടോ. കാര്യം എനിക്ക് മടുത്തു. അത് ഒട്ടും റെഡി ആവുന്നില്ലായിരുന്നു. അത് കാരണം എനിക്ക് മടുത്തിട്ട് ഞാനിങ്ങനെ ഇറങ്ങി. കുറച്ച് നേരം ഞാൻ ഓടിച്ചുള്ളൂ. അതാണ് ഈ ക്ലിപ്പ്, ഒറ്റയ്ക്ക് ഓടിച്ചതാണത്. ഇതിൻ്റെ ഇടയ്ക്ക് വാവയ്ക്ക് ചെറിയ ഇടിയും കാര്യങ്ങളൊക്കെ നടന്നു. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് കൊണ്ടുപോയി എനിക്ക് ചിരി വന്നതിനെയൊക്കെ ഈ കാണിക്കുന്നത്. പിന്നെ ഇങ്ങനെ തള്ളി നമ്മൾ വണ്ടിക്ക് അകത്തിരുന്ന് തള്ളി വേണമായിരുന്നു മൂവ് ചെയ്യാനായിട്ട്. അത് കാണാമല്ലോ വാവയുടെ ഇത് കാണുമ്പോൾ. വാവ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന കണ്ടിട്ട് കാത്തും അതുപോലെ ചെയ്ത് ഹെൽപ്പ് ചെയ്യാണ്. അതെല്ലാം കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു. അപ്പോൾ ഞാനത് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് നമുക്ക് വർക്ക് ആവാത്തതുകൊണ്ട് അവർ കോംപ്ലിമെൻ്റ് ആയിട്ട് നമുക്കൊരു വേറൊരു ഗെയിം തന്നു കേട്ടോ. ഇത് ജസ്റ്റ് അടിച്ചടിച്ച് അപ്പുറത്തെ ഗോളിലേക്ക് ഇടുക എന്നുള്ളതാണ്. എനിക്ക് പ്രോപ്പർലി അറിയത്തില്ല ഇതിൻ്റെ പേരെന്താന്ന്. അപ്പം പോയിന്റ് കൂടുതൽ കിട്ടുന്നവർ തോറ്റു പോകും. അപ്പം അത്രയും മറ്റുള്ളവരുടെ കോയിൻ നമ്മുടെ ഗോളിൽ കയറുന്നതാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കാത്തുനെ കൊണ്ടുപോയി കാർ റേസിങ്ങിന് കൊണ്ടുപോയി ഇരുത്തി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഈ ഗെയിം കളിച്ചു. ഇത് നമ്മളിപ്പോൾ ഒരു കളർ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കളർ ചവിട്ടുക. അതപ്പോൾ എത്ര എണ്ണം ചവിട്ടിയിട്ടുണ്ട് അത് പോയിൻ്റ് കൂടും, അവർ ജയിക്കുന്നതാണ് കേട്ടോ. ഇതെല്ലാം കളിച്ച് ഞാനും പെപ്പിയും മടുത്തു. അപ്പോൾ ഞങ്ങൾ ഓർത്ത് ഹൈപ്പർ മാർക്കറ്റിൽ പോവാമെന്ന് വിചാരിച്ചു. എനിക്ക് ഫൗണ്ടേഷൻ നോക്കണമായിരുന്നേ. അപ്പോൾ അതിനും കൂടെ പോയത്. പക്ഷേ ഫൗണ്ടേഷൻ ഷെയ്ഡ് കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ ഞാനും പെപ്പി മാത്രമാണ് ഫസ്റ്റ് താഴെ വന്നത്. പിന്നെ അവർ കാത്തുവിനെ കളിപ്പിച്ചെല്ലാം കഴിഞ്ഞിട്ട് പൊന്നായും പെപ്പിയും അമ്മയും വാവയും കൂടെ വന്നു. ഇവിടെ കുറേ ഡെക്കോറും വേസും ഒക്കെ കണ്ടിട്ട് ഭയങ്കര രസമാണ് കാണാനായിട്ട്. എല്ലാത്തിനും ഒരു നല്ല പ്രീമിയം ക്വാളിറ്റി ലുക്കൊക്കെ ഫീൽ ചെയ്യുന്നൊരു എസ്തറ്റിക്കൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അയ്യോ, ഞാൻ കുറേ നേരം ഇതൊക്കെ നോക്കിയൊക്കെ ഇരുന്നു. നല്ല രസമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ഞങ്ങൾ തിരിച്ച് വെച്ചിട്ട് അത് എങ്ങനെ വരും എന്നൊക്കെ നോക്കുമായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ. ഇതെല്ലാം അഫോർഡബിൾ പ്രൈസാണ് കേട്ടോ. ഇതിനെല്ലാം വന്നിരിക്കുന്നത് 400 രൂപ, 300 രൂപ, 200 രൂപയ്ക്കാണ് ഞാൻ കുറേയൊക്കെ കണ്ടിട്ടുള്ളത്. നല്ല രസമുണ്ട്. ഒരു റിലാക്സിങ് ഫീൽ തോന്നുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ തിരിച്ച് വെക്കുമ്പോൾ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നിഞ്ചടായി ജോയിനായി. അപ്പോൾ കാത്തു ഓടി വന്ന് കെട്ടിപ്പിടിച്ചേക്കാണ്. ഞങ്ങൾ ആരും കണ്ടില്ല, കാത്തു മാത്രമാണ് കേട്ടോ കണ്ടത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവൽ മിൽക്ക് കുടിക്കാനായിട്ട് പോയി. ഞാൻ എന്തോ ഡെന്ന കോക്കനട്ടിൻ്റെ ആണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. നിഞ്ചടായി നോർമൽ പറഞ്ഞു, കാത്തു സ്ട്രോബെറി അങ്ങാണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നും നല്ലതായിരുന്നു. സ്ട്രോബെറി കുറച്ചുകൂടെ മധുരം കൂടുതലായിരുന്നു എന്നുള്ളതാണ് പ്രശ്നം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ഫില്ലിങ്സ്, നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ അമ്മയും പിപ്പി സമോസ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഫുഡെല്ലാം വന്നു. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുമായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു എല്ലാത്തിനും. അപ്പോൾ പെപ്പി ഫീഡ് ചെയ്യാനായിട്ട് കുഞ്ഞിനെയും കൊണ്ട് പോയേക്കായിരുന്നു. അപ്പോൾ പെപ്പിയും വാവയും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവരൊക്കെ വന്ന് ജോയിനായി. പിന്നെ അവരൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ രാവിലെ കയറിയ അതേ കാറ്റ് തിരിച്ചിറങ്ങിയപ്പോഴുണ്ടായിരുന്നു. പിന്നെ വണ്ടി കയറി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാത്തു നല്ല ഉറക്കം ഉണ്ടായിരുന്നേ. പിന്നെ ഇതെൻ്റെ കോളേജിൽ പോകുന്ന വഴിയാണ്. അപ്പോൾ പെപ്പി കണ്ടിട്ടില്ല. അപ്പോൾ പെപ്പിനെ കാണിക്കാനായിട്ട് ഞങ്ങൾ ആ വഴിയിലൂടെ പോവായിരുന്നു. കോളേജെല്ലാം പെപ്പി കണ്ടു. ഇതാണ് കോളേജ്. അപ്പോൾ പെപ്പി അതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ പിന്നെ നേരെ വാട്ടർഫോൾസ് കാണാൻ പോയി. ഇത് അമലാപോൾ വന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള വാട്ടർഫോൾസാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കാണാൻ നല്ല രസം, നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇവിടെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാനും കാത്തുമൊക്കെ വെള്ളത്തിലായിരുന്നു.
ഭയങ്കര രസമായിരുന്നു കേട്ടോ. അങ്ങോട്ട് കയറിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഒരു സൈഡിൽ കുറച്ച് നേരം വെള്ളം വരും, അത് കഴിയുമ്പോൾ അടുത്ത സൈഡിൽ കുറച്ച് നേരം വെള്ളം വരും, അങ്ങനെയാണ് കേട്ടോ. അറ്റ് ടൈം 2 തവണ വരുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇല്ലായിരുന്നു, ഞങ്ങൾ ചെന്നപ്പം ബ്രേക്ക് ഇട്ടായിരുന്നു വന്നേ. നല്ല രസം, നല്ല കാറ്റുമാണ്. അയ്യോ നല്ല ഭംഗിയായിരുന്നു. കാത്തൂന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പൊന്നായിക്കാണ് ഇറങ്ങാൻ പേടിയാണ്. ഞാൻ പിന്നെ പതുക്കെ അവൻ്റെ കാല് വെള്ളത്തിലേക്ക് വെക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അവന് പേടിയായിരുന്നു. അത് ഞങ്ങൾ ഉള്ളിലോട്ട് കയറി. അവിടെ കുറേ ബേർഡ്സ് ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു എല്ലാവരെയും കാണാനായിട്ട്. കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു. നല്ല ഭംഗിയായിരുന്നു എല്ലാം കാണാനായിട്ട്. പിള്ളേർക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഒത്തിരി നേരം ഇവരെ നോക്കിക്കൊണ്ട് തന്നെ ഇരുന്നു. 2 പേരുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. പിള്ളേർക്കും എനിക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല രസമാണ്. അവർ നമ്മളോട് ഇൻട്രാക്റ്റ് ഒക്കെ ചെയ്യും. അപ്പോൾ ഭയങ്കര രസമാണ്. അയ്യോ അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കാരണം ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഭയങ്കര രസമായിരുന്നു. എല്ലാവരും പോയി ഹായൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പൊന്നായി എടുക്കാനൊക്കെ വരുന്നുണ്ട്, ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നുണ്ട്. പൊന്നായിക്ക് പേടിയുണ്ട്, എന്നാൽ അവനത് പുറത്തോട്ട് വലുതായിട്ട് കാണിക്കുന്നില്ല കേട്ടോ. അവനെ ഇഷ്ടപ്പെട്ടു, അവനത് കണ്ടുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ മെർമെയ്ഡിനെ കാണാനായിട്ട് പോയി. അയ്യോ അതും അടിപൊളിയായിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു. അതിങ്ങനെ ഫ്ലോ ചെയ്യുന്ന കാണാൻ എന്ത് രസമാണെന്നറിയാവോ. അയ്യോ ഭയങ്കര ബ്യൂട്ടിഫുൾ. നമ്മളിങ്ങനെ കണ്ടിരുന്നു പോവും. കുറേ തവണ ഞങ്ങൾ വീണ്ടും അവിടെ ഇങ്ങനെ നോക്കി കണ്ടുകൊണ്ടിരുന്നു. കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നതാണ്, പോകാൻ തോന്നുന്നില്ല. പിന്നെ കുറച്ച് നേരം കണ്ടു കഴിഞ്ഞ് വേറെ ആൾക്കാർ വന്നപ്പോൾ ഞങ്ങൾ അവിടുന്ന് പതുക്കെ മൂവ് ചെയ്ത് മുന്നോട്ട് നടന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വന്നത് കപ്പലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ട് അതിൻ്റെ അകത്തൊക്കെ കയറിയിരിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ പിള്ളേരെയും കൊണ്ടൊക്കെ കയറ്റി കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. ഇങ്ങനെ വാവേ നീഞ്ചേട്ടായി നിൽക്കുന്ന കണ്ടപ്പോൾ കാത്തൂന് സങ്കടം വന്ന് കാത്തൂനെ ഇങ്ങനെ നിർത്തിയില്ലെന്ന് പറഞ്ഞു. പിന്നെ നീഞ്ചേട്ടായി കാത്തൂനെ വിളിച്ചുകൊണ്ട് വന്ന് എൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ നിർത്തിയിട്ടോ. അങ്ങനെ ആകുമ്പോൾ അവൾക്ക് നീളം സെറ്റ് ആവുമല്ലോ, അതിൻ്റെ മണ്ടയ്ക്ക് കയറ്റി നിർത്തിയാൽ. ഇപ്പോഴാണ് അവൾക്ക് ശരിക്കും സന്തോഷമായത് കേട്ടോ. അപ്പോൾ അങ്ങ് ഹാപ്പിയായി, ഡാൻസൊക്കെ കളിച്ച്. പിന്നെ അത് കഴിഞ്ഞ് കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ പോയി. വാവയും നെഞ്ചേട്ടായും കാത്തുവിനെ ഒന്നും കൂടെ വെള്ളത്തിൽ കളിപ്പിക്കാനായിട്ട് കൊണ്ടുപോയ സമയത്ത് ഞങ്ങളിങ്ങനെ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് കയറി കേട്ടോ. ഇതിൻ്റെ ഉള്ളിലായിട്ട് അങ്ങനൊരു സ്റ്റോൾ ഉണ്ടായിരുന്നു.
തിരിച്ചിറങ്ങി വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു കിളികളെ ഒന്ന് പറത്തി വിടാവോ ഇങ്ങനെ ഉള്ളിൽ തന്നെ. അപ്പോൾ അവർ ചെയ്തു. പിന്നെ ആൾക്കാർ ഡോറ് തുറന്ന് കയറുന്നത് കൊണ്ട് ഒരുപാട് ചെയ്യാൻ പറ്റുന്നില്ല. ഡോർ ഫുള്ളും അടച്ചതിന് ശേഷം ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ ഭംഗി കേട്ടോ. പിന്നെ അവർ കുറച്ച് ചെയ്തു തന്നു. ഇനി ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ ഇറങ്ങി. അപ്പായും അമ്മായും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അവർ അവിടെ വന്നിട്ടുണ്ട് കൊല്ലത്ത്. അപ്പോൾ പിന്നെ ഞങ്ങൾ അവരെ പിക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. പിന്നെ അവരെ പിക്ക് ചെയ്തു, അവരോട് കുറച്ച് നേരം സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ട്രെൻഡ്സിലോട്ട് പോയി. വാവ് മാത്രമേ പോയുള്ളൂ. പെട്ടെന്ന് പോയി കാത്തൂനൊരു ജോഡി ഡ്രസ്സ് മേടിക്കാനായിട്ട് പോയതാണ്. ഞാനൊരു 4 മിനിറ്റ് ടൈം വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഓടിക്കോ, 4 മിനിറ്റിനുള്ളിൽ എത്തണം തിരിച്ച്. അങ്ങനെയാണ് ഒരു സർപ്രൈസ് തരാമെന്ന് പറഞ്ഞു. കറക്റ്റ് അവൾ 4 മിനിറ്റിനുള്ളിൽ വന്നു കേട്ടോ. അതിന് മുമ്പായിട്ട് വന്ന്. അപ്പം അത് കഴിഞ്ഞപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോയി. ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവരുമായിട്ട് പോവാണ് കേട്ടോ. കാത്തു ഉറങ്ങി, അപ്പാടെ തോളിൽ കിടന്ന് കാത്തു ഉറങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ എണീറ്റു കേട്ടോ. അപ്പോൾ ഇവിടെ കളിക്കാനായിട്ട് കൊണ്ടുവന്നായിരുന്നു ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പം. ചിക്കൻ, ബീഫ്, പ്രോൺസ്, താറാവ്, അങ്ങനെ ഫുഡെല്ലാം വന്നു. ഞങ്ങൾ കഴിക്കാണ് കേട്ടോ. ഫുഡ് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, നോർമൽ. ആൻഡ് പൊറോട്ടയും ചിക്കൻ കറിയും അങ്ങനെ കുറേ കപ്പ അതൊക്കെ മേടിച്ചായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിക്കുകയാണ് ഞങ്ങൾ. നന്നായിട്ട് ടയേർഡായി. ഇനി നേരെ ഞങ്ങൾ വീട്ടിൽ പോവാണ്. കുറച്ച് നേരം കാത്തൂനെ ആ പാർക്കിൽ കൊണ്ടുപോയി കളിപ്പിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിൽ പോവാണ്. ഇനി ഞങ്ങൾ വീട്ടിൽ പോവാണ്. ഇവിടെയാണ് വെട്ടം വന്നേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വരുന്ന വീഡിയോ എടുക്കാൻ വിചാരിച്ചു.